എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി കോൺ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ കോൺ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടും സ്റ്റാർട്ടറായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള 2 കപ്പ് കോണാണ് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഈ കോൺ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. വളരെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4-5 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്ക് ഇതൊന്ന് കുക്കായിട്ട് കിട്ടും. അതിനുശേഷം ഇത് ഈ വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റാം. കോണിലെ വെള്ളമെല്ലാം പോയതിനു ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. അഥവാ ഇനി വല്ലാതെ ഡ്രൈ ആയിട്ട് പോയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കോൺഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ തരത്തിലുള്ള നല്ല ക്രിസ്പി കോൺ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂട്ടെല്ലാം മിക്സ് ആയതിനു ശേഷം ഇത് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം കോൺ ഇതിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാൻ. കോൺ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് കോൺ വറക്കുകയാണെങ്കിൽ ഈ കോണെല്ലാം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം ഇതിട്ട് വറുത്തെടുക്കാൻ. അഥവാ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തീ ഒന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ഓരോ സെറ്റായിട്ട് വറുത്ത് കോരിയെടുക്കാം. കോണെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വറുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. ഇത് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അടുത്തതായി വളരെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരത്തിലുള്ള മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിനെയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.